സിപിഐഎം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആർഎസ്എസ് ബോംബാക്രമണം. പള്ളിക്കുന്ന്, ചാവശ്ശേരി എന്നിവിടങ്ങളിൽ സിപിഐഎം പ്രവർത്തകരായ സി സുരേന്ദ്രൻ, വിനോദൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. എന്നാൽ പാർട്ടി പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ മോർഫ് ചെയ്ത നഗ്നചിത്രം നെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് സ്ത്രീകളോട് സംഘപരിവാർ ഭീഷണി നടത്തി. കണ്ണൂരിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇന്നലെ അഴീക്കോട് സിപിഐഎം പ്രവർത്തകരായ ഷഹീർ, ഷൈജു എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും സിപിഐഎം പ്രവർത്തകരുടെ 19 വീടുകൾ ബോംബെറിഞ്ഞും ആക്രമിച്ചും തകർത്തതിന് തൊട്ടുപിന്നാലെ ഇന്ന് പഞ്ഞിക്കൽ ചാത്തോത്ത് രേണുകയുടെ വീട് ബോംബെറിഞ്ഞ് തകർത്തു. സംഭവത്തിന് പിന്നിൽ ആർഎസ്എസ് പ്രവർത്തകരാണെന്ന് സിപിഐഎം ആരോപിക്കുന്നു. അതേസമയം ഇന്നലെ രാത്രി ചാവശ്ശേരി കൊട്ടിറിഞ്ചിയിലെ സിപിഐഎം പ്രവർത്തകന്റെ വീട്ടിൽ എത്തിയ ആക്രമി സംഘം സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും വീട് തകർക്കുകയും ചെയ്തു. വിനോദന്റെ ഗർഭിണിയായ ഭാര്യ ദീപ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലാണ്. ഒന്ന് വടക്കല വിനോയിയാണ്, ഒന്ന് രാധാകൃഷ്ണാടന്റെ മോയെ ജിഷ്ണു ആണ്, പിന്നെ അടിയിൽ ഒരു 5-10 ആൾക്കാരുണ്ട്. അജി, പിന്നെ അഭിലാഷ്. അവരെന്റെ മോനെ പുറത്തോട്ട് ഇറക്കാനാണ് ആവശ്യപ്പെട്ടത്. വാതിൽ ചവിട്ടി തുറന്ന് ഇവരകത്ത് കടന്ന് എന്നെ പിടിച്ച് എന്റെ നൈറ്റിയൊക്കെ വേവിച്ച് കയറി എന്റെ തല മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡ്രസ് ഇല്ലാത്തൊരു ഫോട്ടോ, പിന്നെ എന്റെ ആങ്ങളെയും എന്റെ മോനും പാർട്ടി പ്രവർത്തനത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർ നെറ്റ് വഴി പുറത്തിറക്കും. ബിജെപി ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്തിന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി. എന്നാൽ വീടിനു നേരെയുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയാണെന്നും ആക്രമണത്തിൽ സിപിഐഎമ്മിന് പങ്കില്ലെന്നും സിപിഐഎം നേതാക്കൾ അറിയിച്ചു. ചാലാട് സിപിഐഎം പ്രവർത്തകന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി. ആക്രമണം നടന്ന സ്ഥലങ്ങൾ സിപിഐഎം നേതാക്കൾ സന്ദർശിച്ചു. അതേസമയം കണ്ണൂരിൽ പോലീസ് റെയ്ഡ് തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സിപിഐഎമ്മിനെ തകർക്കാൻ ആർഎസ്എസുമായി മുഖ്യമന്ത്രി രഹസ്യധാരണയുണ്ടാക്കിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം കണ്ണൂരിൽ ആക്രമിച്ച വീടുകളിൽ ആർഎസ്എസുകാർ മോഷണം നടത്തിയെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ നേതൃത്വം ആരോപിച്ചു. തൃശൂർ കൊടകരയിൽ ബിജെപി പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന സിപിഐഎം ഓഫീസുകളിൽ ജില്ലാ സെക്രട്ടറി എ.സി. മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. ആക്രമണം നടത്തുന്നത് പോലീസിന്റെ സംരക്ഷണത്തിലാണ്. മാത്രമല്ല, ആർഎസ്എസുകാർ പ്രതികളായിട്ടുള്ള കേസുകൾ ഉമ്മൻചാണ്ടി ഇടപെട്ട് പിൻവലിച്ചു കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി ആക്രമണം നടത്തുന്ന ആർഎസ്എസുകാർക്ക് ധൈര്യത്തോടുകൂടി എന്ത് സംഭവം നടത്താം, ഞങ്ങളുടെ പേരിൽ കേസുണ്ടാവുകയില്ല എന്ന മനോഭാവം വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ആർഎസ്എസുകാർക്ക് എന്തും ചെയ്യാം, അവരെ എന്ത് സംഭവം ചെയ്താലും കേസ് പോലും ഇല്ലാതാക്കി തരാം എന്നതാണ് ഉമ്മൻചാണ്ടിയും ആർഎസ്എസ് നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയ രഹസ്യ ധാരണ. ഇത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ നടക്കുന്നത്. ആസന്നമായ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പലയിടങ്ങളിലും സംഘർഷം സൃഷ്ടിച്ച് സിപിഎം പ്രവർത്തകന്മാരെ പ്രകോപിതരാക്കുക, അങ്ങനെയുള്ള പ്രകോപനത്തിൽ എവിടെയെങ്കിലും പാർട്ടി സഖാക്കൾ പെട്ടുപോയാൽ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ആ സംഭവം ഉപയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് അക്രമം എന്ന് പ്രചരിപ്പിച്ച് ബിജെപി കോൺഗ്രസ് ബന്ധം സ്ഥാപിക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് നടക്കുന്നത്. മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ശ്രീനാരായണ ഗുരുവിന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നുവെന്നും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. എന്നാൽ എസ്.എൻ.ഡി.പിയെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ജാതിയില്ലെന്ന് പറയുന്നവർ ജാതി നോക്കിയാണ് കല്യാണം കഴിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചു. മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഇറ്റുവീഴുന്ന അവരുടെ ചോര നക്കിക്കുടിക്കാനും മതം പൂണ്ട രാഷ്ട്രീയ നേതാക്കളും ജാതി മതപ്രസ്ഥാനങ്ങളെ നയിക്കുന്നവരും ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കൂട്ടത്തിൽ ചിലർ ശ്രീനാരായണ ഗുരുവിന്റെ പേര് പോലും ഇതിനായി ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്നത് അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കേന്ദ്രമന്ത്രി സ്വാതി നിരഞ്ജൻ ജ്യോതിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. രാഷ്ട്രീയ കാര്യങ്ങൾ തങ്ങൾ ചർച്ച ചെയ്തില്ലെന്നും ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് താൻ ഇവിടെ എത്തിയതെന്നും സ്വാതി നിരഞ്ജൻ ജ്യോതി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, വിവരങ്ങൾ. സ്വാമി, ഏകദേശം 1 മണിക്കൂർ മുമ്പായിരുന്നു എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറിയുമായി സ്വാതി നിരഞ്ജൻ ജ്യോതി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്വാമി സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടൊരു ചർച്ചയായിരുന്നില്ല, മറിച്ച് ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് താൻ എത്തിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ കണിച്ചുകുളങ്ങരയിൽ എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറിയും അതുപോലെ മറ്റ് നേതാക്കളും അടക്കമുള്ള യോഗത്തിൽ സ്വാതി നിരഞ്ജൻ ജ്യോതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനസംഖ്യാ കണക്ക് പുറത്തു വന്നത് വളരെ ആശങ്ക
ആശങ്കയോടുകൂടിയാണ് താൻ കാണുന്നതെന്ന് അവർ പറയുകയുണ്ടായി. ഇത് രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്നും അവർ പറഞ്ഞു. മാത്രമല്ല കേരളത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരാൻ ശ്രമിച്ചപ്പോൾ അത് വരില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. എന്നാൽ ഇതുപോലെ തന്നെ കേരളത്തിലും BJP അധികാരത്തിൽ വരില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ വളരെ താമസമില്ലാത്ത സമയത്ത്, അതായത് വിദൂരഭാവിയിൽ കേരളത്തിലും BJP അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇപ്പോഴും കണിച്ചുകുളങ്ങരയിൽ SNDP ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും 161ാമത് ശ്രീനാരായണ ഗുരു ജയന്തി സംസ്ഥാനത്ത് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ചെമ്പഴന്തി ഗുരുകുലത്തിലും ശിവഗിരിയിലും പ്രത്യേക പ്രാർത്ഥനയും പൂജയിലും നൂറുകണക്കിന് ശ്രീനാരായണീയർ ആണ് പങ്കെടുത്തത്. ശിവഗിരിയിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കന്നഡ പണ്ഡിതനും കന്നഡ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ MM കാൾബർഗി വെടിയേറ്റു മരിച്ചു. ധാർവാഡിലെ കല്യാൺ നഗർ വസതിയിൽ രാവിലെ 8:45ഓടെയാണ് അജ്ഞാത സംഘം അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത്. നെറ്റിയിലും നെഞ്ചിലും വെടിയേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിഗ്രഹാരാധനയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ എന്നും നിലകൊണ്ട കാൾബർഗി ഹിന്ദു തീവ്രവാദികളുടെ നോട്ടപ്പുള്ളിയായിരുന്നു. സംഘപരിവാർ സംഘടനകളിൽ നിന്നും അദ്ദേഹത്തിന് നിരന്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു. റേഷൻ കാർഡിലെ തെറ്റുതിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം സാധാരണക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിവരങ്ങൾ വെബ്സൈറ്റ് നോക്കി തിരുത്തൽ വരുത്താനാണ് സർക്കാരിന്റെ നിർദ്ദേശം. കമ്പ്യൂട്ടർ സാക്ഷരത പൂർണ്ണമല്ലാത്ത സംസ്ഥാനത്ത് ഇത്തരമൊരു വഴി മാത്രം സ്വീകരിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി. അതിനാൽ റേഷൻ കടകളിൽ ചെന്ന് ഇവ പരിശോധിക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമുള്ള സംവിധാനവും അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. സംവരണ പ്രക്ഷോഭം രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുമെന്ന് പട്ടേൽ വിഭാഗം സമരസമിതി തലവൻ ഹർദിക് പട്ടേൽ വ്യക്തമാക്കി. വിവിധ സംസ്ഥാനങ്ങളിലെ പട്ടേൽ സമുദായ നേതാക്കളുമായി ഹർദിക് കൂടിക്കാഴ്ച നടത്തും. വീഡിയോ സന്ദേശത്തിലൂടെയും മൻ കി ബാത്തിലൂടെയുമുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് മറുപടി നൽകിയാണ് പട്ടേൽ വിഭാഗം നേതാവ് ഹാർദിക് പട്ടേൽ വാർത്താ സമ്മേളനം തുടങ്ങിയത്. രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ തയ്യാറാണ്. പട്ടേൽ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ രാജ്യശ്രദ്ധയിൽ കൊണ്ടുവരാൻ സമരം രാജ്യവ്യാപകമാക്കും. ഇതിന്റെ ഭാഗമായി ദില്ലിയിൽ ജന്തർ മന്ദറിൽ റാലി നടത്തും. लखनऊ में एक महारैली का आयोजन करने का सोच रहे हैं. जंतर मंतर पर भी यहाँ पर पूरे हिंदुस्तान के पटेलों को बुलाएंगे और जो हक की लड़ाई है उसे सक्सेस करने आया है. पूरे गुजरात में तो हुआ है, अब पूरे हिंदुस्तान में ले जाना है. ഗുജറാത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കും. ഇതിനായി ജാട്ട്, ഗുജ്ജർ അടക്കം മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ കൂടി സ്വീകരിക്കും. आज दिल्ली में आने का मकसद ये है कि गुज्जर समाज, कुर्मी गुज्जर समाज जो पटेल समुदाय से है, लव कुश के संतान है और हम सब एक भाई है. എന്നാൽ സമരത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ സമരത്തിന് സ്വീകരിക്കില്ലെന്നും ഹാർദിക് പട്ടേൽ വ്യക്തമാക്കി. ഗുജറാത്തിൽ OBC സംവരണങ്ങൾ ആവശ്യപ്പെട്ട് വൻ കലാപങ്ങൾക്ക് തുടക്കമിട്ട ഹാർദിക് പട്ടേൽ ഇതാദ്യമായാണ് ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ ദേശീയ നേതാക്കളുമായി സംയുക്തമായ പ്രക്ഷോഭത്തിന് തുടക്കമിടാനാണ് ഹാർദിക് പട്ടേൽ ദില്ലി യാത്രയിലൂടെ ശ്രമിക്കുന്നത്. പട്ടേൽ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ രാജ്യശ്രദ്ധയിൽ കൊണ്ടുവരാൻ എല്ലാ പിന്നോക്ക വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമരത്തിനാണ് ഹാർദിക് പട്ടേൽ ഒരുങ്ങുന്നത്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കും ഷിബുൽ പവിത്രനുമൊപ്പം മനീഷ് ശങ്കരൻ, ദില്ലി. ഗുജറാത്തിലെ പട്ടേൽ സംവരണ പ്രക്ഷോഭത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംവരണമല്ല വികസനമാണ് വേണ്ടതെന്ന് മോദി. ഭൂനിയമം ഭേദഗതി ഓർഡിനൻസ് വീണ്ടും അവതരിപ്പിക്കില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി JDUവും RJDയും കോൺഗ്രസും കൈകോർത്ത് ബീഹാറിൽ സ്വാഭിമാൻ റാലി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സീറ്റുകൾ സംബന്ധിച്ച് JDUവും RJDയും കോൺഗ്രസും ധാരണയിലെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് റാലി നടത്തുന്നത്. ആകെയുള്ള 243 സീറ്റിൽ നിതീഷ് കുമാറിന്റെ JDUവും ലല്ലു പ്രസാദ് യാദവിന്റെ RJDയും 100 സീറ്റിൽ വീതം മത്സരിക്കും. കോൺഗ്രസ് 40 സീറ്റിലും ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 5 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ബീഹാറിൽ തെരഞ്ഞെടുപ്പെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ചലച്ചിത്ര താരം മുക്ത വിവാഹിതയായി. ഗായികയും ടെലിവിഷൻ അവതാരികയുമായ റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയാണ് വരൻ. ഇരുവരും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തു. 80 മോഡൽ അംബാസഡർ കാറിൽ വെള്ളിത്തിരിയിലെ നക്ഷത്രത്തിളക്കം വിട്ട് ക്രിസ്ത്യൻ പരമ്പരാഗത വേഷത്തിലായിരുന്നു മുക്ത വിവാഹ ചടങ്ങിനായി എത്തിയത്. ചട്ടയും മുണ്ടും കഴുത്തിൽ കൊന്തയും കാതിൽ വലിയ കമ്മലുകളുമണിഞ്ഞ് മുക്ത വന്നപ്പോൾ വരൻ റിങ്കു ടോമി ഷർട്ടും മുണ്ടും തോളിലൊരു കസവ് നാടനും അണിഞ്ഞു.
ക്രിസ്ത്യൻ കലാരൂപമായ മാർഗംകളിയുടെ വേഷവിധാനമണിഞ്ഞവരുടെ അകമ്പടിയോടെ ഓലക്കുടയും ചൂടി വധൂവരന്മാർ ദേവാലയത്തിനകത്തേക്ക്. ഇരുവർക്കുമിത് ഏറെക്കാലത്തെ പ്രണയത്തിന്റെ സാഫല്യം. വിവാഹ ചടങ്ങുകളിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. സിനിമാ ലോകത്തു നിന്നുള്ളവർക്കും മറ്റുമായി പ്രത്യേക വിരുന്നു സൽക്കാരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ലാൽ ജോസിന്റെ അച്ഛനുറങ്ങാത്ത വീടെന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ മുക്ത തമിഴ് സിനിമയിലും സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോട്ടയം ജില്ലയിൽ സംഘർഷമുണ്ടാക്കാൻ RSS ശ്രമം. തിരുവോണനാളിൽ ഐമനം, മാലം എന്നിവിടങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ പുറമെ കുമ്മരകത്തും വർഗീയ കലാപം ഉണ്ടാക്കാൻ RSS ശ്രമം നടത്തുന്നു. അക്രമം നടത്തുന്ന RSS BJP പ്രവർത്തകർക്ക് പോലീസിന്റെ സംരക്ഷണം നൽകുന്നുവെന്നും ആരോപണം. തിരുവോണനാളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അക്രമം അഴിച്ചുവിട്ട ശേഷമാണ് BJP RSS സംഘം കുമരകത്തും ചതയ ദിനത്തിൽ സംഘർഷത്തിന് തുടക്കമിട്ടത്. CPIM കുമരകം നോർത്ത് ലോക്കൽ സെക്രട്ടറി MN പുഷ്കരന്റെ കാർ അടിച്ചു തകർത്തു. പരാതി ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നതോടെ പ്രതികളെ തേടിയിറങ്ങാൻ പോലീസ് നിർബന്ധിതരായി. ആശാരിമറ്റം കോളനിയിലെത്തിയ പോലീസിനെ കണ്ട RSS പ്രവർത്തകരായ സജേഷ്, ഉണ്ണി, വൈശാഖ് എന്നിവർ തൊട്ടടുത്ത പുഴയിലേക്ക് ചാടുകയായിരുന്നു. പിന്നീട് വൈശാഖിനെ കാണാനില്ലെന്ന വാർത്ത പരന്നതോടെ കുമരകത്ത് സംഘർഷ സാധ്യതയേറി. പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി. മുങ്ങൽ വിദഗ്ധർ കായലിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ സജേഷ്, ഉണ്ണി, വൈശാഖ് എന്നിവർ മറ്റൊരു വള്ളത്തിൽ കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒളിക്കുകയായിരുന്നു. നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒളിച്ചവരെ കണ്ടെത്താൻ പോലീസ് കൂട്ടാക്കിയില്ല. അതേസമയം രക്ഷപ്പെട്ട ശേഷം ഉപേക്ഷിച്ച വള്ളത്തിന് സമീപം മാധ്യമപ്രവർത്തകർ നിലയുറപ്പിച്ചത് കണ്ടതോടെ വള്ളമെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് BJP RSS പ്രവർത്തകർ വൈശാഖിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വർഗീയ സംഘർഷമുണ്ടാക്കാൻ തികച്ചും ആസൂത്രിത നീക്കമായിരുന്നു RSS BJP പ്രവർത്തകർ നടത്തിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കാർ തല്ലിപ്പൊളിക്കുകയും ആ പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തതെല്ലാം വളരെ ബോധപൂർവവും ആസൂത്രിതമാണ്. ഈ പ്രശ്നങ്ങളിലൊക്കെ ആകട്ടെ പോലീസ് വേണ്ട രൂപത്തിൽ സമയത്ത് കുമരകത്തെ പോലീസ് ആക്ട് ചെയ്തില്ല എന്നുള്ള പോരായ്മ ആ രംഗത്ത് നിൽക്കുകയാണ്. ജില്ലയെ സംഘർഷഭൂമിയാക്കാനുള്ള ശ്രമങ്ങളെ ജനങ്ങളെ അണിനിരത്തി തടയുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുലികളിക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് തൃശൂരിലെ പുലികൾ. പുലിക്കൊട്ടിനൊപ്പം താളത്തിൽ ചുവടുവെച്ച് ഒന്നാമതെത്താനുള്ള വാശിയിലാണ് പുലികളി സംഘങ്ങൾ. 8 സംഘങ്ങളിലായി 400-ലധികം പുലികളാണ് നാളെ നഗരത്തിലിറങ്ങുക. ഓണാഘോഷത്തിന്റെ ആവേശം മങ്ങിത്തുടങ്ങിയെങ്കിലും തൃശൂരുകാർ പുലികളിക്കായുള്ള കാത്തിരിപ്പിലാണ്. ദേഹമാകെ ചായം പൂശി പുലിക്കൊട്ടിനൊപ്പം ചുവടുവയ്ക്കാൻ പുലികളും തയ്യാറെടുത്തു കഴിഞ്ഞു. എട്ട് സംഘങ്ങളിലായി 400-ലധികം പുലികളാണ് ഇക്കുറി കളത്തിലിറങ്ങുക. ദേശങ്ങളിൽ നിന്ന് ഘോഷയാത്രയായി എത്തുന്ന പുലികൾ വൈകിട്ട് 4 മണിയോടെ സ്വരാജ് റൗണ്ടിലെത്തിയാൽ നഗരം പുലികൾ കീഴടക്കും. തൃശ്ശൂരുകാർക്ക് നാരോണ ദിവസമാണ് ശരിക്കും ഓണം. തിരുവോണം കഴിഞ്ഞ നാരോണത്തിനായി തൃശ്ശൂരുകാർക്ക് വെയിറ്റ് ചെയ്യാണ്. അന്ന് 8 ടീമുകളാണ് അവിടെ പങ്കെടുക്കുന്നത്. ഈ 8 ടീമുകളും വളരെ ആവേശത്തോടുകൂടി വൈകിട്ട് 4 മണിയായാൽ തൃശ്ശൂർ നഗരം പുലി കൈയടക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്യമായ താളത്തിനൊപ്പം അരമണിക്കിലേക്ക് ചുവടുവയ്ക്കുന്ന പുലികളും അലങ്കരിച്ചെത്തുന്ന പുലിവണ്ടികളിലെ കെട്ടുകാഴ്ചകളും നഗരത്തിന് പ്രൗഢിയേകും. പുലിവണ്ടികളിലെ കൗതുക രഹസ്യങ്ങൾ അവസാന നിമിഷമാകും പുറത്തെടുക്കുക. മുഖംമൂടിയിലും ചായമെഴുത്തിലും പുലിക്കൊട്ടിലുമെല്ലാം വ്യത്യസ്തതകൾ പരീക്ഷിച്ച ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് പുലികളി സംഘങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്യാമ്പസ് മരണങ്ങളുമായി ഡോക്ടർമാരുടെ ഒത്തുചേരൽ. 1961 തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർമാരാണ് കോട്ടയത്ത് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒത്തുചേർന്നത്. മെഡിക്കൽ കോളേജിൽ 1961 പഠനത്തിന് ചേർന്ന് തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലായി പഠനം പൂർത്തിയാക്കിയ ഡോക്ടർമാരാണ് അരനൂറ്റാണ്ടിന്റെ ഓർമ്മകളുമായി കോട്ടയം വിൻസർ കാസിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒത്തുചേർന്നത്. 61 ബാച്ചിലുണ്ടായിരുന്ന 195 പേരിൽ 161 പേർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇതിൽ 100ഓളം പേർ കുടുംബസമേതം വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു. ഡോക്ടർമാരായ റോയ് പി തോമസ്, MK വിനായകം എന്നിവരായിരുന്നു പരിപാടിയുടെ മുഖ്യ സംഘാടകർ. ഒത്തുചേരലിനെ കുറിച്ച് ഡോക്ടർ റോയ് പി തോമസ്: ഈ വർഷത്തെ കൂടിയവരവിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഞങ്ങൾ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് 50 വർഷം തികയുകയാണ്.
ഒരു ഗോൾഡൻ ജൂബിലിയാണ്. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ഒരു വലിയ കൂട്ടം കൂടുകയാണ്. ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയും വേർപിരിഞ്ഞു പോയവരെ അനുസ്മരിക്കുകയും ചെയ്ത ചടങ്ങിൽ അധ്യാപകരായിരുന്ന ഡോക്ടർ മാത്യു പാറക്കൽ, ഡോക്ടർ ജേക്കബ് ജോർജ് തുടങ്ങിയവരെ ആദരിച്ചു. പരമ്പരാഗത ചികിത്സകളിലും മന്ത്രവാദത്തിലും വിശ്വസിച്ചിരുന്ന വലിയ ജനവിഭാഗത്തിന് ആധുനിക വൈദ്യശാസ്ത്രം പരിചയപ്പെടുത്തിയ ഒരു തലമുറയുടെ സംഗമം കൂടിയായിരുന്നു കോട്ടയത്തെ ഈ ഒത്തുചേരൽ. ന്യൂസ് ബ്യൂറോ, കോട്ടയം.